ഹായ് ഹലോ, ഇത് അടുത്തൊരു സ്വിങ് വ്ളോഗാണ് കേട്ടോ. 2-3 ദിവസത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 4 നൈറ്റിയും പിന്നെ ഒരു കരാട്ടയുടെ യൂണിഫോമിൻ്റെ ട്രയൽ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇതിപ്പോൾ എന്തിനാണ് ചെയ്യണത്, മേടിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് കുട്ടി ചെറിയ കുട്ടിയായതുകൊണ്ട് അതിന് ആപ്റ്റായിട്ടുള്ള സൈസ് കിട്ടണില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 സാരി കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് അപ്സൈക്കിൾ ചെയ്യാനുള്ളതാണ്. പ്ലീറ്റഡ് സ്കേർട്ടും പ്രിൻസസ് ടോപ്പും ചെയ്യണം. അതവിടെ ഇരിക്കട്ടെ. അത് 14-ാം തീയതിക്കാണ് സമയമുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് കണ്ണിലിങ്ങനെ നല്ല ഇറിറ്റേഷനും കണ്ണിക്കേട് പോലെയൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ മാറി വരണേ ഉള്ളൂ. മൊത്തത്തിൽ വലിയ സുഖമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മൽക്കോട്ടൻ്റെ തുണിയാണ്, അത് കനം കുറഞ്ഞ തുണിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇവൾക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്യാവും നന്നാവുക, കോസ്റ്റ് എഫക്റ്റീവും ആയിരിക്കും, പിന്നെ സൈസും കൃത്യമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതൊരു ട്രയൽ സ്റ്റിച്ചാണ്. അപ്പോൾ ഇതൊരു കനം കുറഞ്ഞ തുണിയാണ്. ശരിക്കും കരാട്ടയുടെ യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യണത് നിങ്ങൾക്കറിയാമല്ലോ, നല്ല കട്ടിയുള്ള ക്ലോത്ത് വെച്ചിട്ടാണ്. നമസിയുടെ സ്കൂളിൽ 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. അതിൽ 4 എണ്ണം എന്തുകൊണ്ട് കരാട്ടെ, കളരി, യോഗ, ഡ്രോയിങ്, അതിൽ ഏതെങ്കിലും ഒരു വിഷയം മാൻഡറ്ററി ആയിട്ട് എടുക്കണം. അതിന് ഫീസും ഉണ്ട്. ഒരു 1500 രൂപയാണ് ഫീസ്. ഒരു ക്വാർട്ടറിലേക്ക് 500 രൂപ, അങ്ങനെ 3 ക്വാർട്ടറായിട്ട് 1500 രൂപയാണ് ഫീസ് കിട്ടുക. അപ്പോൾ 1-ാം ക്ലാസ്സിലായിരുന്ന സമയത്ത് കരാട്ടയുടെ യൂണിഫോം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് ഒരൊറ്റൊരു പരിപാടിക്ക് മാത്രം, ആനുവൽ ഡേയുടെ സമയത്ത് മാത്രം ആണ് ആ യൂണിഫോം ആവശ്യമുണ്ടായിരുന്നത്. അന്നാണെങ്കിൽ അവിടെ വയ്യാതെ പോയിട്ടുണ്ടായില്ല, അതുകൊണ്ട് അന്ന് വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് നോക്കാം, സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്നിട്ട് റെഡി ആവുകയാണെങ്കിൽ തൽക്കാലം നമുക്കിതിപ്പോൾ യൂസ് ചെയ്യാം. എന്നിട്ട് നല്ല കോട്ടൻ്റെ കട്ടിയുള്ള തുണി ഉണ്ടല്ലോ, പാൻറ്റിനൊക്കെ എടുക്കുന്ന നല്ല മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് തന്നെ വിചാരിക്കണം കേട്ടോ. വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഓവർ സൈസ്ഡ് ആയിട്ടുള്ളതാണ് കിട്ടുന്നത്. ഓവർ സൈസ്ഡ് ആയിട്ടുള്ളതല്ല, കുട്ടി വളരെ ചെറുതായതുകൊണ്ട് കിട്ടുന്ന സൈസിലേക്കുള്ള വലിപ്പമില്ലാത്തതാണ് പ്രശ്നം. എനിവേ, അപ്പോൾ ഞാൻ എനിക്ക് പാറ്റേണും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ സിമ്പിളായിട്ട് ഡ്രസ്സിനൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാരലായിട്ടുള്ളൊരു പാൻറ്റും, പിന്നെ നമ്മുടെ പിന്നോഫറൊക്കെ ഇല്ലേ, പിന്നോഫറിൻ്റെ മീതത്തെ ഭാഗം വരണത് നിങ്ങൾക്ക് അറിയാമല്ലോ, 2 സൈഡിലേക്ക് ഓവർലാപ്പായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഫുൾ സ്ലീവ് കൈയുള്ള ഒരു ടോപ്പ്, 2 സൈഡിലും ഒരു മിഡിന്ന് സ്ലിറ്റ് വന്നിട്ട് 2 സൈഡിലും ടൈ ഒക്കെ വെച്ച്, അങ്ങനെ ആ യൂണിഫോം ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ബാക്ക് പാർട്ട് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ റെക്കോർഡ് അമർത്താൻ മറന്നുപോയി. അപ്പോൾ ഞാനിനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുകയാണ്. ഫ്രണ്ട് പാർട്ട് ഇതങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ആ നെക്കിൻ്റെ പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് വരയ്ക്കണം. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ ബാക്കി കിട്ടിയിട്ടുള്ള ഈ പീസ് ഉണ്ടല്ലോ, അതേപോലത്തെ 2 പീസാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ. ഞാൻ ആ സ്ലിറ്റ് വരേണ്ട ഭാഗമാണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത്. നമുക്കിനി ഇതിനെ തുണിയിലേക്ക് കട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ആകെയുള്ള തുണിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇതെടുക്കാൻ. എന്തായാലും ഇതൊന്ന് കിട്ടും. ഇതിൽ ഒരു പൈപ്പിംഗ് അടിക്കാനുള്ളതും സ്ട്രിങ്ങിനുള്ളതും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിവിലേജാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് കുറച്ച് പൈസ നമുക്കവിടെ സേവ് ചെയ്യാമെന്നുള്ളത് കേട്ടോ. നിങ്ങളൊരു ഹൗസ് വൈഫാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം, കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അവിടെ നമ്മുടെ കുറേ സമയം സേവ് ആവുന്നുണ്ട്. സമയത്തിനാണല്ലോ ഏറ്റവും വാല്യൂ ഉള്ളത്. ഇവിടെ ഈ പൈസ സേവ് ആകുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ സമയം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വോട്ടെവർ നമുക്ക് സമയമുണ്ട്, നമ്മൾ സമയം കൊടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ആ സമയം കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് എന്ത് സേവ് ചെയ്യണം എന്നുള്ളത്. നിങ്ങളുടെ സമയം സേവ് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ പാറ്റേണൊക്കെ നോക്കിയെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവിൻ്റെ ജസ്റ്റ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. കൈക്കൂടി മെഷർ ചെയ്തെടുത്തിട്ടുള്ളതിൻ്റെ 1 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ കൈ വെട്ടാൻ വേണ്ടിയിട്ട്, അതായത് സ്ലീവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണേ. അതായത് എനിക്കത് 7 ഇഞ്ച് ഉണ്ടായിരുന്നു, ഞാനിവിടെ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2.5 ഇഞ്ച് താഴത്തേക്ക് ക്യാബ് ഹൈറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 16-17 ഇഞ്ചിൽ വരച്ചിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല എത്രയാണെന്നുള്ളത്, ഓരോരുത്തർക്കും ഓരോ അളവല്ലേ, അപ്പോൾ ആ ലെങ്തൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നു. കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഞാനിതൊരു ട്യൂട്ടോറിയൽ ആക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ബാലൻസ് ഉള്ള പീസിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് വേണം. കുറച്ച് വീതിയുള്ള ക്രോസ് പീസ് തന്നെ എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു യൂണിഫോം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിൻ്റെ ആ ഒരു ഓപ്പണിങ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് കട്ടിയിലാണുള്ളത്. ഒരു കട്ടിയിലിങ്ങനെ
ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പോലെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വീതിയിലുള്ള ക്രോസ് പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതല്ലാതെ നമുക്ക് ഇനി 4 സ്ട്രിങ് വേണമല്ലോ 2 സൈഡിൽ നിന്നും ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു അംഗ്രക്ക സ്റ്റൈല് പോലെയല്ലേ ഈ ഒരു അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കെട്ടുന്നത്? അംഗ്രക്ക സ്റ്റൈൽ അങ്ങനെ തന്നെയല്ലേ പറയണേ? അതപ്പോൾ അതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കട്ടിയിലുള്ള അടിപ്പൊക്കെ നമ്മൾ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കമസി വരുമ്പോൾ നമുക്കിതൊന്ന് ഇട്ട് നോക്കണേന്. അപ്പോൾ അവൾ വന്നിട്ട് ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അവൾക്കത് നല്ല സ്യൂട്ടാണ്, കറക്റ്റാണ്, സൈസൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് എന്തായാലും നല്ല സന്തോഷമായി. പിന്നെ ഇത് നല്ല കോട്ടൺ തുണിയായതുകൊണ്ട് നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാൻ. സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുള്ള യൂണിഫോമിൻ്റെ മെറ്റീരിയൽ പോളിസ്റ്ററിൻ്റെ മെറ്റീരിയലായിരുന്നു കേട്ടോ. അത് ഇത്തിരി ചൂടെടുക്കും. അപ്പോൾ ഇത് ഇപ്പോഴത്തേക്ക് നല്ലതാണ്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല കോട്ടൺ കട്ടിയുള്ള തുണി എടുത്തിട്ട് ഒറിജിനൽ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഈ 4 തുണികളും നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് നൈറ്റി ബിറ്റ് അല്ല, കോട്ടൺ ഫാബ്രിക്കാണ്. നമ്മൾ റണ്ണിങ് എടുക്കില്ലേ അങ്ങനെ എടുത്തിട്ടുള്ള തുണികളാണ് അത് എനിക്ക് തോന്നുന്നു ഓഫറിന്, അതായത് ലാസ്റ്റ് ബിറ്റ് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 4 എണ്ണം ഒരേ അളവിന് തുന്നേണ്ടത് കൊണ്ട്, ഇത് മീഡിയം സൈസാണ് എനിക്ക് തുന്നേണ്ടത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പേപ്പർ പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ XXL നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് അധികം പേരൊന്നും കണ്ടിട്ടില്ലേ, കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കേണ്ടത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആരെങ്കിലുമൊക്കെ പറയട്ടെ, എന്നാലേ ഞാൻ ചെയ്യണുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ട പേപ്പർ പാറ്റേൺ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ പിന്നെ ഓരോന്നും ഈ അളവെടുത്ത് മാർക്ക് ചെയ്ത് അത്രയും നേരം നമുക്ക് ലാഭിക്കാമല്ലോ. കുറച്ച് ഇതിപ്പോൾ ജസ്റ്റ് സാധാ ഒരു പാറ്റേൺ പേപ്പറാണ്. കുറച്ച് കട്ടിയുള്ള പേപ്പറിലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നത്തേക്കും ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ അധികം നിൽക്കില്ല. എൻ്റെ കയ്യിൽ കട്ടിയുള്ള പേപ്പർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ പ്രിൻ്റുള്ള തുണികളൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രിൻറ്റിൻ്റെ സിമ്മട്രി നോക്കണം കേട്ടോ. അത് നോക്കിയിട്ട് മാത്രം തുണി വെട്ടാനായിട്ട് ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞു പോകും. ഒരു ഡിസൈൻ ഇങ്ങോട്ടാണെങ്കിൽ ഫ്രണ്ടിലെ ഡിസൈൻ ഇതേക്കാണെങ്കിൽ ബാക്കിലെ ഡിസൈൻ തല കുത്തുന്ന താഴത്തേക്ക് വരും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം തുടക്കത്തിൽ നമുക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റാനും കയ്യിൽ നിന്ന് തുണി പോകാനും കാശ് ഇറങ്ങാനൊക്കെ നല്ല സാധ്യത ഉണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, 4ആക്കി മടക്കിയിട്ടിട്ടങ്ങ് വെട്ടും. ഇതിൻ്റെ പ്രിൻ്റൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഈവൺ ആയിട്ടുള്ള പ്രിൻ്റാണ്, ഒരു പ്രശ്നവുമില്ല. വേറൊന്നും അങ്ങനത്തെ പ്രിൻ്റ് ഉണ്ട് കേട്ടോ, അത് ഞാൻ ലാസ്റ്റിലെ കാണിക്കാം. അതിന് നമ്മളിങ്ങനെ വെട്ടിയാൽ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ വീട് വരെ ഒന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ അവിടെ ഉണ്ടായി നിൽക്കണം ശംഖുപുഷ്പമാണ്. ഇത് മൾട്ടി പെറ്റലാണ്, സാധാ സിംഗിൾ പെറ്റലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. അത് ഞാൻ നട്ട് നനച്ച് വളർത്തു എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവിടെ കുറേ പൂണ്ട്, എപ്പോഴും ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ പറിച്ച് കൊണ്ടുവരാറുണ്ട്. നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ മറ്റേ സാധനം ഉണ്ടാക്കാമല്ലോ, ശംഖുപുഷ്പം ടീ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി. വന്നിട്ട് ഇപ്പോൾ നെക്സ്റ്റ് ഡേ ബാക്കിയുള്ളതും കൂടെ അത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓൾറെഡി ഞാൻ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു XXL നൈറ്റി സ്റ്റിച്ച് ചെയ്തതിൽ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ പറയണില്ല. പിന്നെ ഇതിൽ വേറെ കാര്യം എന്താ വെച്ചാൽ, ഇതിപ്പം കോട്ടൺ റണ്ണിങ് മെറ്റീരിയലാണെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വീതി വന്ന് 44 ഇഞ്ച് 42 ഇഞ്ച് അങ്ങനെയൊക്കെയാണ് വരിക. നമ്മൾ നൈറ്റി ബിറ്റ് ആകുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 36 ഇഞ്ചല്ലേ, 36 ഇഞ്ചാണ് വരിക. അപ്പോൾ ചില കസ്റ്റമേഴ്സിന് തുണിയുടെ ക്വാളിറ്റി നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ റണ്ണിങ് മെറ്റീരിയൽ എടുക്കും. ചിലവർ ഫ്ലയർ കുറവായിട്ട് നല്ലോണം പ്ലീറ്റ് അതായത് നല്ല ഫ്ലയർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഈ വീതിയുള്ള തുണി എടുക്കും. അപ്പോൾ എൻ്റെ കസ്റ്റമർ ഈ തുണി എടുത്തിട്ടുള്ളത് അവർക്ക് നല്ല വിരിവ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ തുണി സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്നാലും അത് ശരിക്കും നൈറ്റിയുടെ വിധത്തിലേക്ക് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് വെട്ടരുത്. ഞാൻ ആദ്യം വെട്ടണമെന്ന് ആലോചിച്ചു. പിന്നെ നമ്പർ ഉള്ളതുകൊണ്ട് അവരെ ഞാൻ വിളിച്ച് ചോദിച്ചു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ആ വിരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഈ 3 എണ്ണം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാം 3 കളറും ഗ്രീനിൻ്റെ വേരിയൻസ് ആണ്. ഇത് കുറച്ചും കൂടെ കാനം കുറഞ്ഞ തുണിയാണ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു കലങ്കാരി പാറ്റേണിലുള്ള പ്രിൻ്റുള്ളതും ആ ബ്ലാക്കും നല്ലോണം കനം കുറഞ്ഞതാണ്. മറ്റേത് കോട്ടൺ മിക്സ് പറഞ്ഞ പോലത്തെ ഒരു തുണിയാണ് കേട്ടോ. എല്ലാ തുണിയും നല്ല രസമായിട്ടുള്ള തുണികളാണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു അയണിങ് പരിപാടി മസ്റ്റാണ്. എന്തെങ്കിലും ചുളിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് എപ്പോഴും വെട്ടാനാണ് നല്ലത്. അതാണ് സേഫ്. പിന്നെ ഒന്ന് അയൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാനെടുത്താൽ അതിൻ്റെ ഒരു സുഖം വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 4-5 നൈറ്റി സ്റ്റിച്ച് ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നൈറ്റി ഡയറീസ് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നൈറ്റി വാങ്ങിയിട്ടുള്ള ഒരു ലേഡിയാണ് ഇതെനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുള്ളത് കേട്ടോ. അവർക്ക് ആ നൈറ്റി നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ 4 തുണി എടുത്തിട്ട് തന്നിട്ടുള്ളതാണ് കേട്ടോ.
ഈ സ്റ്റിച്ച് ചെയ്യുന്ന നൈറ്റി ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എക്സ്പെൻസീവ് ആണെന്നാണ് ഞാൻ പറയുക. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഈ റണ്ണിങ് മെറ്റീരിയൽ എടുക്കുമ്പോഴും നമുക്ക് 1 മീറ്ററിന് തന്നെ 100-150 രൂപ മീറ്ററിന് വരും. എങ്ങനെ വന്നാലും നമുക്ക് 3 മീറ്റർ നൈറ്റിയുടെ തുണിക്ക് വേണമല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് സ്റ്റിച്ച് ചെയ്യിക്കുന്ന ചാർജ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ല ചാർജ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നൈറ്റി ഒരു എക്സ്പെൻസീവ് സൈഡിലേക്ക് വരും. പക്ഷേ അത് ഇടുന്നവരുടെ കംഫർട്ടാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അവർക്ക് കംഫർട്ടബിളാണ്, അവർക്ക് ഇത്ര സ്പെൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഡിസൈൻസ് കിട്ടും, നല്ല ഭംഗിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യിക്കുന്നതിന് നല്ല ചാർജ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അതിൻ്റെ മോഡലും സിബ് പാറ്റേൺ പൈപ്പിംഗ് അതൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് നോർമൽ നമ്മളൊരു ചുരിദാറിൻ്റെ ടോപ്പ് തുന്നുന്ന ആ ഒരു ചാർജൊക്കെ ചിലപ്പോൾ വാങ്ങാത്തവരുണ്ട്. വളരെ റേറ്റ് കുറച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയണില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് പാരൻറ്റ്സ് മീറ്റിംഗ് ഉള്ള ദിവസമായിരുന്നു സ്കൂളിൽ. ഇന്ന് വ്യാഴാഴ്ചയാണ്, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് പാരൻറ്റ്സ് മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഒന്നും നടന്നില്ല. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇത് മറ്റേ ചക്ക വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള അപ്പമാണ്, ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. വീണ്ടും ഞാൻ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ ഇന്നലെ വൈകുന്നേരം കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇത് കൂടാതെ ഇനി നമുക്കൊന്നും കൂടെ ഉണ്ട്. ഒരു ബ്ലാക്ക് ഞാൻ തുടക്കത്തിലേ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ ഞാനിത് വേഗം സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മെഷീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടുക, ഇടയ്ക്ക് നൂല് മുള്ളു കുത്തുക, അങ്ങനെ മെഷീന് പല പല അസുഖങ്ങളാണ്. പിന്നെ എൻ്റെ മെഷീൻ്റെ പ്ലേറ്റ് ഒരുവിധം ഡാമേജ് ആയിട്ടുണ്ട്. ഇനി അത് മാറ്റണം. അത് മാറ്റണമെങ്കിൽ ഇതിൻ്റെ സ്പയർ തൃശ്ശൂർ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ പോയി ഇത് വാങ്ങിയിട്ടൊക്കെ വേണം. അപ്പം ഞാനൊരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ആ പ്ലേറ്റ് നേരെയാക്കിയിട്ടുള്ളത്. ഞാൻ പറയണ പ്ലേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ചവിട്ടിയുടെ താഴെയുള്ള ആ ഒരു മാർക്കിങ്സുള്ള പ്ലേറ്റില്ലേ, 1 ഇഞ്ച് 1/4 ഇഞ്ച് 1/2 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഫീഡ് ഡോഗ് പ്ലേറ്റ്, അത് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീന് എപ്പോഴും ശ്രദ്ധ കൊടുക്കുക, റിപ്പയർ ചെയ്യേണ്ടത് റിപ്പയർ ചെയ്യുക, മാറ്റേണ്ടത് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് തുന്നാനിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് നല്ല പണി കിട്ടുക. അപ്പോൾ ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട സമയത്തിനേക്കാളും ഇരട്ടി സമയം എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടലും കുരുങ്ങലൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്ന് സമാധാനമായിട്ട് വേണം ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാതും ഓക്കെ അല്ലേ, കറക്റ്റ് അല്ലേ, അളവ് കറക്റ്റ് അല്ലേ, ഷോൾഡറിൻ്റെ അളവ് കറക്റ്റ് അല്ലേ, സ്ലീവിൻ്റെ അളവ് കറക്റ്റ് അല്ലേ എന്നൊക്കെ മാറി മാറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്റ്റിച്ച് അഴിക്കുന്നതിനേക്കാൾ എപ്പോഴും എളുപ്പമാണ് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് ചിലവാക്കിയിട്ട് അതൊന്ന് പിടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. പണ്ട് ഞാനത് അതിൽ ഭയങ്കര മോശമായിരുന്നു. ഞാൻ അങ്ങ് എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ഞാൻ നോക്കുന്നുണ്ട്, ചിലപ്പോൾ ടോപ്പ് സ്റ്റിച്ചും ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാൻ ഇരുന്ന് അഴിക്കും. ഇപ്പം ഞാൻ ആ പരിപാടി മാറ്റാൻ ശ്രമിച്ച് ഞാൻ നല്ല രീതിയിൽ അതിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്, കനത്ത മഴ. അപ്പോൾ ഞാൻ ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഉച്ചയായി. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇനി അടുത്ത നൈറ്റി ഞാൻ കട്ട് ചെയ്യാൻ തന്നെ പോണത്. അത് ഞാൻ ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചില്ല. അത് ആക്ച്വലി ഇത് നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം രാത്രി ഞാനത് കട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അതിൻ്റെ പ്രിൻറ്റ് ഞാൻ ചിലപ്പോൾ ചെക്ക് ചെയ്യലില്ലായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എനിക്ക് വേറൊരു ചെറിയൊരു പണിയുണ്ട്. ഇത് ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ട്രാക്ക് പാൻറ്റാണ് കേട്ടോ, ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ അത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് മാറ്റി വെച്ചിട്ട് മറ്റത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ഒരു കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യും, അപ്പുറത്തെ കയ്യിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ളതിൻ്റെ പാളിച്ചകൾ ഈ ഒരു ക്ലിപ്പിലുണ്ടായിരിക്കും. നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ക്രോച്ചൊക്കെ ഇങ്ങനെ നല്ല സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡബിൾ സ്റ്റിച്ചല്ലേ, ഇപ്പോൾ താഴത്തെ ഭാഗത്തും ലെഗിൻ്റെ ഇന്നർ തൈയുടെ പോർഷനിലും മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സുഖമുള്ള തുണിയാണ്, നല്ല കനം കുറഞ്ഞ ഭയങ്കര രസമായിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ കണ്ണിൽ ഈ പ്രിൻ്റ് പെട്ടു. ചിലപ്പോൾ അത് പെടാറില്ല, പണി കിട്ടും നമുക്ക്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളെപ്പോഴും അലേർട്ടായിട്ടിരിക്കണേ. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ 4 ആക്കി മടക്കിയിട്ട് ഞാൻ വെട്ടുകയാണെങ്കിൽ ഒന്ന് താഴത്തേക്കും പോവും, ബാക്കിലെ ഡിസൈൻ മീതേക്കും വരും. അപ്പോൾ ഇങ്ങനെ വെട്ടരുത്, നമ്മൾ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെട്ടിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കും ഫ്രണ്ടും എടുത്ത് പ്രിൻ്റ് കറക്റ്റ് ആവണ പോലെ വെച്ചിട്ടൊക്കെയാണ് വെട്ടിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഫിനിഷ് ചെയ്യുന്നുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ട്യൂട്ടോറിയലായിട്ട് തന്നെ
ഇനിയിപ്പോൾ എൻ്റെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറേ കട്ട് പീസ് താഴെ ഇങ്ങനെ ചെതറി കിടന്നത് ഞാൻ ഒന്ന് അടിച്ച് ഒതുക്കി സൈഡാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി ഇനി ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പരിപാടി ഇതാണ് കേട്ടോ. നമ്മുടെ ബ്രാൻഡ് ലേബിൾ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഗാർമെൻറ്റ്സിലും പുറത്തേക്ക് കൊടുക്കുന്നത് ഇപ്പോൾ എനിക്ക് തുന്നുന്നതാണെങ്കിൽ പോലും ഈ ഒരു ക്ലോത്ത് ലേബിൾ അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖമുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 നൈറ്റിയാണല്ലോ. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിൽ മാത്രം ഞാൻ ഇതിൻ്റെ അടിപ്പ് കാണാതെ എങ്ങനെയാണ് അടിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലൊക്കെ ഞാനത് വെറുതെ പിടിച്ച് അടിക്കുകയാണ് ചെയ്തത്. നമുക്ക് അടിപ്പ് കാണാതെ അടിക്കാനായിട്ട് കറക്റ്റായിട്ട് പൊസിഷൻ മാർക്ക് ചെയ്യുക, എന്നിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, കട്ട് ചെയ്യുക, തിരിച്ച് വയ്ക്കുക, എന്നിട്ട് അതിനെങ്ങോട്ട് മറയ്ക്കുക. ജസ്റ്റ് മറച്ച് പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കൈ കാരണം മറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അങ്ങനെ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാത്തിലും നമുക്ക് ക്ലോത്ത് ലേബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ നടക്കുമ്പോൾ കാലിൽ തുണി നടയുന്നത് കൊണ്ട് അതൊക്കെ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കുള്ള പണി ഇതെല്ലാം ഈ ഡമ്മിയിൽ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കണം. 53 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഓരോ പ്രാവശ്യം ഞാൻ ലെങ്ത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. 53 ഇഞ്ച് തന്നെ അല്ലേ എന്നുള്ളത്. 56 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ക്ലോത്ത്. അതിൻ്റെ മീതെ ഷോൾഡർ അടിച്ച് പോണതും താഴെ അടിച്ച് പോണതും യോക്ക് ജോയിനിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കറക്റ്റ് മടക്കി അടിക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 53 ഇഞ്ച് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ ഡമ്മിയിലിട്ടിട്ട് ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ നോക്കുന്നുണ്ട്. ടേപ്പ് വെച്ച് ലെങ്ത്ത് ബാക്കിയുള്ളതൊന്നും നമുക്ക് ഇനിയിപ്പോൾ മെഷർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ പാറ്റേൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെങ്ത്ത് ഞാൻ ഇവിടെ നിന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബിലേക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും ക്ലിപ്സൊക്കെ എടുക്കും വേണം കേട്ടോ. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത 4 നൈറ്റി 1 2 കണ്ടോ. എല്ലാം ഗ്രീൻ ഷെയ്ഡിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കടയിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് ചില സമയത്ത് നമ്മൾ കടയിൽ പോയിട്ട് എടുക്കുന്നതെല്ലാം അല്ലെങ്കിൽ ആ ഒരു സീസണിൽ എടുക്കുന്നതെല്ലാം എല്ലാം കൈവച്ചതൊക്കെ പച്ച അല്ലെങ്കിൽ കൈവച്ചതൊക്കെ നീല എന്ന് പറയണ പോലത്തെ അവസ്ഥ ഉണ്ടാവാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പറയാം. പിന്നെ ഇതാ 4 മണിയായപ്പോൾ ഞാൻ നമസ്രീനെ ബസ്സിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. സമയം ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ പോണ വഴിക്ക് ലൈൻ കമ്പിയിലിരിക്കുന്ന കാക്കകളെ കണ്ടപ്പോൾ നല്ല ഭംഗി. അപ്പോൾ അതും ഞാൻ ചെറിയൊരു സ്നാപ്പ് എടുത്തു. അതിനുശേഷം ഇതാ അവളെ കൂട്ടി തിരിച്ച് വരുന്നുണ്ട്. ഇനി വന്നിട്ട് വേണം ബാക്കിയുള്ള കുറച്ച് ഫുട്ടേജും കൂടെ എടുത്തിട്ട് ആ പരിപാടി ഇനി വൈൻഡ് ചെയ്യാൻ. നമുക്ക് ഒരുപാട് ഫുട്ടേജ് എടുത്ത് വെക്കാനും പറ്റില്ല. ഫോണിലാണെങ്കിൽ സ്റ്റോറേജ് വളരെ മിനിമമാണ്. ഇതെല്ലാം പൈപ്പിങ് വെച്ചിട്ടും ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുവിധം മാച്ചിങ് ആയിട്ടുള്ള പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ ഇതിൽ വെള്ളം വേണ്ടാന്ന് പറയുന്നു, മുഷിക്കും എത്ര പെട്ടെന്ന്. അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള അതിൽ വരുന്ന ഒരു കളറോ കോൺട്രാസ്റ്റ് കളറോ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ അവിടെ എത്ര ചാർജ്, നിങ്ങൾ എത്രയാണ് വാങ്ങുന്നത്, നിങ്ങൾ എത്ര ഡീറ്റെയിൽ ഇതിൽ കൊടുക്കും, ലോക്ക് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ വന്നിട്ട് പറഞ്ഞാൽ നന്നായി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ നൈറ്റി ബിറ്റ് വെച്ചിട്ട് ചെയ്യാനാണോ ഇഷ്ടം, അതോ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യാനാണോ ഇഷ്ടം, അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അത് പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഓർഡർ ആണെങ്കിലും ഞാനിതുപോലെ നന്നായിട്ട് എൻ്റെ വാങ്ങി വെച്ച കവറിലൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇത് ബാലൻസ് ഉള്ള ക്ലോത്താണ്, അത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം കസ്റ്റമർ ബാലൻസ് പീസ് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവർ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന തുണിയാണെന്നുണ്ടെങ്കിൽ കൊടുത്തു വിടാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ഞാൻ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാമോ. താങ്ക് യു.